പക്ഷേ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കേണ്ടത് ഭരണകർത്താക്കളാണെന്ന് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം മാഷിനോട്, ഭരണകർത്താക്കൾ തന്നെ മതഭ്രാന്തന്മാരായാലും എന്ത്? ഒരു നിർവാഹമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ വിഷയം എന്ന് പറയുന്നത്. ബാവ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്മസ് കാലത്ത് പലയിടങ്ങളിലും കരോളിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ പാലക്കാട് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നല്ലാണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ഇത് നടന്നു. അത് നടത്തിയ ആളുകൾ ഒന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ, മറ്റൊന്ന് ബജരംഗ് ദളിൻ്റെ പ്രവർത്തകർ. ഇത് രണ്ടും RSS നിയന്ത്രിക്കുന്ന സംഘടനയാണ് ബാവ പറയുന്നത്. അപ്പോൾ മാത്രമല്ല, നമുക്കറിയാം ഹിന്ദുത്വ സംഘടനകളാണ് എന്തായാലും. അവരങ്ങനെ ചെയ്യുന്നത് ശരിയാണ് എന്ന് നമുക്ക് കേരളത്തിലിരുന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം കേരളത്തിലെ ഒരു മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. കാരണം ഉത്തരേന്ത്യക്കാരുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് ക്രിസ്ത്യൻ മിഷണറിമാരെന്ന് പറയുന്നത് ഇപ്പോഴും മതപരിവർത്തനം നടത്താനായിട്ട് നടക്കുന്നവരാണ്. ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാൻ നടക്കുക, ഇതാണ് അവരുടെ ടെക്സ്റ്റ്. അതുകൊണ്ടാണ് അവരവിടെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ RSSൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ ഈ ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും ഇന്ത്യക്കകത്ത് ഉള്ള ആളുകളായിട്ട് അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ശത്രുതാപരമായിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത് അവർ ഇങ്ങനെ പഠിപ്പിച്ചു വിടുന്ന സമയത്ത് ഈ ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ഇത്തരത്തിലുള്ള റിവോൾട്ടായിട്ട് ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ആളുകളുടെ മനസ്സിനകത്തേക്ക് ഇത് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വളർന്ന് വലുതായി അത് മതസ്പർദ്ധയായി മാറിത്തീരും. അങ്ങനെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമല്ല. ഇപ്പോൾ കത്തോലിക്ക ബാവ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ ഹിന്ദുസിൻ്റേത് എന്ന RSSൻ്റെ ഈ പ്രസ്താവന ശരിയായ കാര്യമല്ല. അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇന്ത്യയിൽ വന്ന മുഴുവൻ ആളുകളും ഇറാനിൽ നിന്ന് വന്നവരാണ് എന്ന് പറയണം. നമ്മൾ അത്രമാത്രം വിദൂരമായ, അതായത് ഹരപ്പൻ മൊഹൻജദാരോ ഹരപ്പൻ സംസ്കാരത്തിന് മുമ്പുള്ളൊരു കാലത്ത് ഒക്കെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരമാണ്. ആ ദ്രാവിഡ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് പിന്നീട് ഈ ഇറാനിൽ നിന്ന് വന്ന ആര്യന്മാർ അവരാണ് ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ബ്രാഹ്മണിക്കലായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പോവുകയും അവരാണ് പിന്നീട് ഹിന്ദുമതത്തിൻ്റെ ഒരു അടിത്തറയായിട്ട് മാറിത്തീർന്നത് എന്നൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ ചരിത്ര വിദ്യാർത്ഥികളും ചരിത്രം ഒക്കെ ആയിട്ട് പൊയ്ക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് കരോളിന് നേരെ ഉണ്ടായ ഒരു ആക്രമണം, അത് ഒരിക്കലും പ്രോത്സാഹജനകരമല്ല, അങ്ങനെ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് പൊതുവെ കേരളീയർക്കുള്ളത്. അതിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു മതത്തിന്റെയും ഒരാഘോഷത്തെയും മറ്റൊരാളും എതിർക്കാൻ പാടില്ല. രണ്ടു കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഡെമോഗ്രഫി, അത് ഏതാണ്ട് എല്ലാവരും ഒരേപോലെയൊക്കെ വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യാവസ്ഥയുടേതാണ്. ആര് കൂടുതൽ ആര് കുറവെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. 50%-ലധികം ഹിന്ദുക്കളുണ്ടെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ കൂടി ബാക്കി 50%-ഓളം വരുന്ന സ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാകാതെ പോകുന്നതാണ് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുന്നേറ്റത്തിനും സഹായകരമായിട്ടുള്ള കാര്യം. മറ്റൊക്കെ വളരെ ചെറിയ ന്യൂനപക്ഷങ്ങളാകുമ്പോൾ ഈ അക്രമങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ വളർച്ചയും വികാസം ചിലപ്പോൾ ബാധിക്കണമെന്നില്ല. ആ വംശത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ വംശഹത്യയായിട്ടത് വേണമെങ്കിൽ മാറിയേക്കാം. ഇതൊന്നും ന്യായീകരിക്കപ്പെടുന്ന കാര്യമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് മോഹൻ ഭാഗവത് അടുത്തിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, പത്രങ്ങളിൽ ഹെഡ്ലൈനായിട്ടും, ഇന്ത്യയിൽ ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി അവർ ഹിന്ദുക്കൾ തന്നെയാണ്. അങ്ങീ പറഞ്ഞ ആ സൈന്ധവ സംസ്കാരത്തെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാവരും എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഏതെങ്കിലും ഒരു മതമായിട്ട് മറ്റു മതങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒന്നെന്നില്ല. ഒരു സംസ്കാരം പങ്കിടുന്ന, ഒരേ രാജ്യം പങ്കിടുന്ന, ഒരേ രാജ്യത്തിൻ്റെ വെള്ളവും ഉപ്പും ചോറും പങ്കിടുന്ന ഒരേ വിഭാഗമെന്ന് പറയുന്നതാണ് ഹിന്ദുക്കൾ. അപ്പോൾ പക്ഷേ ഈ കാതോലിക്ക ബാവ പറയുന്നത് അങ്ങനെയല്ല, ഹിന്ദുമതം, ക്രിസ്തുമതം, മുസ്ലിം മതം അങ്ങനെയല്ല മോഹൻ ഭാഗവത് പറയുന്നത്. ഇതെല്ലാം ഒരേ സംസ്കാരം, ഇവരെല്ലാം ഹിന്ദുക്കളാണെന്ന് ആ ഒരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
അതങ്ങനെ പറയാന്നല്ലാണ്ട് ഉം. പ്രാവർത്തികമായിട്ടുള്ള മേഖലയിൽ അതൊന്നും നടക്കുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ തീർച്ചയായിട്ടും കൊള്ളാം. ശരിയാണത്. എല്ലാത്തിനും ഇൻക്ലൂസീവ് ക്യാരക്ടർ വളരെ നമ്മുടെ നല്ലത്. അതെ, അത് വളരെ correct. മനോഹരമായിട്ടുള്ള കാര്യം. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉം. ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉം. ഹിന്ദു ക്രിസ്ത്യാനിയെ ശരിപ്പെടുത്താൻ നടക്കുന്നു, ക്രിസ്ത്യാനി ഹിന്ദുവിനെ ശരിപ്പെടുത്താൻ നടത്തുന്നു, ഹിന്ദു മുസ്ലിമിനെ ശരിപ്പെടുത്താൻ നടക്കുന്നു, മുസ്ലിം ഹിന്ദുവിനെ ശരിപ്പെടുത്താൻ നടക്കുന്നു. ഇതാണ് സത്യം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഉം. അത് മാറണം. അത് മാറണമെങ്കിൽ ഉം. മനുഷ്യനെ ഈ മതത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള സങ്കല്പങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വേണം. ഓക്കെ. അത് വന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഹിന്ദുക്കളോട് പറയാണ്, ഉം. ഈ മുസ്ലിങ്ങളൊക്കെ വരുത്തന്മാരാണ്, ഉം. അവരാണ് നിങ്ങളുടെ ഈ സ്വത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സൗകര്യങ്ങളും നിങ്ങളുടെ ജോലിയൊക്കെ അടിച്ചെടുക്കുന്നതെന്ന് പറയുകയും വളരെ സാധാരണക്കാരായിട്ടുള്ള അത് കേട്ട് അവർ നേരെ മുസ്ലിമിനെതിരെ എന്ത് ചെയ്യുന്നു, വൈരാഗ്യബുദ്ധിയോട് ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ട് വരുന്നു. ഉം. ഇതാണ് കുഴപ്പം. ഉം. ഇത് തിരിച്ചും അങ്ങനെ മറ്റവരും എന്ത് ചെയ്യാണ്, പ്രയോഗിക്കുന്നു. ഉം. അങ്ങനെ പരസ്പരം ശത്രുതയും ഉം. പരസ്പരം വെറുപ്പും ഉം. നിർമ്മിക്കുന്ന ഇടങ്ങളായിട്ട് മാറുന്നു. ഈ മതങ്ങളുടെ ഓ, തറകൾ മാറി തീർച്ചയായിട്ടും അപലപനീയമാണ്. വെറുപ്പിന്റെ ഇടങ്ങൾ വളരെ ഉണ്ടാകും. അപകടകരമാണ്. പക്ഷേ മതങ്ങൾ തമ്മിലല്ല ഈ വെറുപ്പിന്റെ ഇടങ്ങൾ ഉണ്ടാകുന്നു, മതത്തിനകത്തുള്ള വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്നുണ്ട്. ആണ്. ഇദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ആളാണ്. ഏറ്റവും കുറച്ച് പ്രബലമായി പണക്കാരായിട്ടുള്ള മലയാള മനോരമയുടെ സപ്പോർട്ടുള്ള വിഭാഗം. യാക്കോബായക്കാരൻ പൊതുവെ പാവപ്പെട്ടവരാണ്. അയാളുടെ ഒരു ദേഹം, ശവശരീരം അടക്കാൻ പള്ളിയിലേക്ക് എന്ന പള്ളി പൂട്ടിയിടുന്നു. അവിടെ വെറുപ്പല്ലേ ഉള്ളത്? അവിടെ സ്നേഹമാണുള്ളത്. വളരെ തർക്കമില്ലാത്ത കാര്യമല്ലേ? കൊടുക്കുകയില്ല. കോടതി പറഞ്ഞാലും കൊടുക്കുകയില്ല, ഗവൺമെന്റ് പറഞ്ഞാലും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ പിടിവാശി അവർക്ക് പിന്തുണയായിട്ട് ഗവൺമെന്റും ഉണ്ട്. ഇത് വെറുപ്പിന്റെ ഇത് ജനിപ്പിക്കുന്നില്ലേ? ഇങ്ങനെ കിടന്ന് ഈ വേദം ഓതിയാൽ മാത്രം വേണ്ടേ? അതായത് ഇതിന്റെ അത് പാലിക്കണ്ടേ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് വർത്തമാനം പറയാൻ എല്ലാവർക്കും കഴിയും. സത്യം നമുക്ക് പ്രാവർത്തികമായിട്ട് ഇത് ഇപ്പം നമ്മൾ പോലും സംസാരിക്കുന്നതിൽ മാത്രമായിരിക്കും ചിലപ്പോൾ മാന്യതയും അതേപോലെ തന്നെ മഹത്വമൊക്കെ കാണിക്കുന്നു. പ്രവൃത്തി നമ്മളെ ചിലപ്പോൾ മോശമായിരിക്കും. മനുഷ്യൻ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രവൃത്തിയിലൂടെയാണ് മനുഷ്യർ എന്ത് ചെയ്യേണ്ടത്, മനുഷ്യനായി മാറേണ്ടതെന്നുള്ള. അങ്ങനെ മാറിയാൽ മാത്രമേ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ജീവിതമാകണം സന്ദേശം. അതെ, ഇങ്ങനെ അങ്ങനെ വരുന്ന ഒരു അവസ്ഥ. പക്ഷെ എന്താ അങ്ങനെ വരാത്തതിൻ്റെ കാരണം മനുഷ്യൻ ചെയ്തതുകൊണ്ടല്ല. മനുഷ്യൻ ജീവിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ അധികാരം ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മതത്തിൻ്റെ രൂപത്തിലായിരിക്കും, വർഗീയതയുടെ രൂപത്തിലായിരിക്കും. ഇതാണ് മനുഷ്യനെ ആത്യന്തികമായിട്ട് വിഭജിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയാം. അതിലേക്ക് ഒരിക്കലും ചർച്ചയൊന്നും പോകാറില്ല. തീർച്ചയായിട്ടും മനസ്സിലായി? ഇതാണ് പ്രശ്നം എന്ന നിലക്ക് ഒരിക്കലും ആരും ചർച്ച ചെയ്യാറില്ല. പകരം ബാഹ്യമായ ഒരുപാട് കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് എതിർപ്പുണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ ആത്യന്തികമായിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ല എന്നുള്ളതാണ്. അവനൊരു സ്ഥലത്ത് കയറി ചിലപ്പോൾ രാഷ്ട്രീയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ, രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നത്, എന്തൊരു വൃത്തികേടാണെന്ന്. അത് തന്നെ മതത്തിൽ നടക്കുന്നു. ജീർണത അല്ലേ? മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും വൃത്തികേട് ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ ഘോഷയാത്ര നടത്താനും ആളുകൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് മാറ്റം വരേണ്ടത്. അത് മാറ്റം വരാതെ ഈ പ്രശ്നങ്ങൾ തീരില്ല. മതഭ്രാന്തന്മാരെ ഭരണകൂടം ചങ്ങലക്കിടണം എന്ന് പറയുന്നത് ശരിയാണ്. ഭരണകൂടത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ മതഭ്രാന്തം ഉണ്ടാക്കുന്നവരെ, വെറുപ്പുൽപ്പാദിപ്പിക്കുന്നവരെ, അക്രമം ഉണ്ടാക്കുന്നവരെ ഒക്കെ ജയിലിലടച്ച് സമാധാനവും ശാന്തിയുമുള്ളതായിട്ടുള്ളൊരു ജീവിതം സമൂഹത്തിനുണ്ടാക്കലാണ്. തീർച്ചയായിട്ടും അത് വേണ്ട. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വേദമോതുകയല്ല വേണ്ടത്, ആ വേദം ജീവിതത്തിൽ പ്രയോഗിക്കാനാണ്. വലിയ നെടുനെടുങ്കം വാചകങ്ങൾ അടിച്ചിട്ട് കാര്യമില്ല, അത് പ്രയോഗിച്ചും കൂടെ കാണിക്കണം. സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം, വെറുപ്പിൻ്റെ അന്തരീക്ഷമല്ല വേണ്ടത്. മത നേതാക്കളും സഭാധ്യക്ഷന്മാരും അത് രാഷ്ട്രീയക്കാരായ വരാൻ പാടില്ല. നമ്മുടെ ഈ വിഷയം മാത്രമായതുകൊണ്ട് നമ്മൾ മതാധ്യക്ഷന്മാരും ഈ കാര്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.